ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജുലിനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഗാർലിക് ചിക്കനാണ്. അപ്പം, പത്തിരി, ചപ്പാത്തി, നാൻ, ഫ്രൈഡ് റൈസ് എല്ലാത്തിൻ്റെയും കൂടെ നമുക്കിത് കഴിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണിത്. അപ്പം നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ഗാർലിക് ചിക്കൻ തയ്യാറാക്കാനായി ഞാൻ 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരൊഴിക്കാം. ഇനി അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. ഇനി ചേർക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ മൈദ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കൈകൊണ്ട് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബോൺലെസ് ചിക്കനാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോണുള്ള ചിക്കൻ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിത് ഒരു 20 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചിക്കൻ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ അതിനകത്ത് വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഒഴിക്കുന്ന നാരങ്ങാനീരും പിന്നെ ചിക്കനിൽ നിന്നുള്ള വെള്ളവും മാത്രം മതിയാവും. ഇപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് ചൂടായ പാനിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായ ഓയിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഓരോരോ പീസസ് വെച്ച് കൊടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഒരുവിധം നന്നായി ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഓവറായിട്ട് ഫ്രൈ ചെയ്യരുത്. പിന്നെ നമ്മൾ വേവിക്കും, അധികം നേരം പിന്നെ വേവിക്കില്ല. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാം നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞു. ഇനി ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ആവാനുണ്ട്. ചിക്കനൊക്കെ നന്നായി ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഓവറായിട്ട് അങ്ങ് ഫ്രൈ ആവരുതേ, കുറച്ച് സോഫ്റ്റ് ആയിരിക്കണം കണ്ടോ. അപ്പോൾ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതൊരു കിച്ചൺ ടിഷ്യൂലേക്ക് മാറ്റാം. അപ്പോൾ ഞാനൊരു കടായി വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത ആ ഓയിലുണ്ടല്ലോ, അതിൽ നിന്നും 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഇതിലേക്ക് ഒഴിക്കാം. ഒപ്പം തന്നെ അതിലേക്ക് നമ്മൾക്ക് നല്ലെണ്ണ ഉണ്ടല്ലോ, നല്ലെണ്ണ അതൊരു 1.5 ടേബിൾ സ്പൂൺ കൂടെ ഒഴിക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും ഗാർലിക് ചിക്കന്. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി വേണം. അതൊരു 10-20 എണ്ണം ഞാൻ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ഗാർലിക് ചിക്കൻ അല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ കുറച്ചധികം വെളുത്തുള്ളി വേണം. വെളുത്തുള്ളി ഒന്ന് ചെറുതായി ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്നും അങ്ങനെ അധികം ഫ്രൈ ആയി വരുമൊന്നും വേണ്ട കേട്ടോ, ഒന്ന് വഴറ്റി വന്നാൽ മതിയേ. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് സ്പ്രിംഗ് ഓണിയൻ്റെ ആ വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ, അത് ഞാൻ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് അത് നമുക്കിതിലേക്ക് ഇട്ടൊന്ന് വഴറ്റാം. അപ്പോൾ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷനൊക്കെ ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കേട്ടോ. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ചേർക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കേട്ടോ. അതും കൂടെ ഇതിലേക്ക് നന്നായി ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സോസൊക്കെ നന്നായി ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1.5 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ സോസും വിനീഗറും എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഉണ്ടല്ലോ, 1 കപ്പ് വെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്ത് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ ഗ്രേവി നന്നായി തിക്കായി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പിട്ടിട്ടില്ലല്ലോ.
ഇപ്പോൾ ഗ്രേവി നന്നായി തിക്കായി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഗ്രേവി കുറച്ച് തിക്കായി ഇങ്ങനെ വരുന്നുണ്ട്. ഈ സമയത്ത് വേണം നമ്മൾ ഒരു വലിയ ക്യാപ്സിക്കം അരിഞ്ഞത് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ഒന്നും അങ്ങനെ അധികം വെന്ത് പോകരുതേ, അതാണ് നമ്മൾ ലാസ്റ്റ് ടൈമിൽ അത് ചേർക്കുന്നത്. അപ്പോഴാണ് നമുക്കത് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് തോന്നുള്ളൂ. ഗ്രേവിയൊക്കെ നല്ല തിക്കായി വരുന്നുണ്ട്. ഈ സമയത്ത് വേണം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് ഇതിലേക്ക് യോജിപ്പിക്കണം. എന്നിട്ട് ഒരു 3 മിനിറ്റ് നേരം നമുക്കിതൊന്ന് വേവിക്കണം. കാരണം എന്താ വെച്ചാൽ ഈ സോസും എല്ലാം ഇതിലേക്ക് ചിക്കനിലേക്ക് ഒന്ന് പിടിക്കണം. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം സ്പ്രിംഗ് ഓണിയൻ കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അടിപൊളി ഗാർലിക് ചിക്കൻ റെഡി ആയിട്ടോ. വളരെ ഈസി അല്ലേ ഇത് തയ്യാറാക്കാൻ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഗാർലിക് ചിക്കൻ റെസ്റ്റോറൻറ്റിൽ നിന്നും കിട്ടുന്നത് നമ്മൾ ഈസിയായി നമ്മുടെ വീട്ടിലുണ്ടാക്കിയില്ലേ. ഇനി നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. നമുക്കത് ഈസി ആയിട്ട് ഇനി വീട്ടിലുണ്ടാക്കി കഴിക്കാം. കണ്ടോ, നല്ല സൂപ്പറായിട്ടില്ലേ. കണ്ടോ, ഇത് നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെ, നാനിൻ്റെ കൂടെ, പൊറോട്ടയുടെ കൂടെ, അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഗാർലിക് ചിക്കൻ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ജുലിനാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.